CV അനുമോദ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കം, അൻവർ നടത്താൻ പോകുന്ന നീക്കങ്ങൾ എന്നത് വളരെ പ്രസക്തമാണ്. എന്തായാലും തന്നെ മുന്നണിയിലെടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് UDF-നൊപ്പം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി അൻവർ എവിടേക്ക് എന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് തവനൂർ, എന്തുകൊണ്ട് ബേപ്പൂർ? ഉത്തരം വേണം. നിരുപാധിക പിന്തുണയാണ് UDF നൽകുന്നത് എന്ന അൻവറിന്റെ വെളിപ്പെടുത്തൽ. അതാണ് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എവിടെയും എന്തും ചെയ്യാൻ UDF നിർദ്ദേശിച്ചാൽ ഒരുക്കമാണ് എന്നാണ് അൻവർ പറയുന്നത്. പക്ഷെ നമുക്കറിയാം, അൻവറിനെ പോലെ ഒരു അംഗത്തിന് സീറ്റ് നൽകാതെ ഒരിക്കലും അസോസിയേറ്റ് അംഗമാക്കാൻ UDF തയ്യാറായിട്ടില്ല. അത് എവിടെ എങ്ങനെയുള്ളതൊക്കെ വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് വ്യക്തമാകുമെങ്കിൽ പോലും നമുക്ക് മുമ്പിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അൻവറിനെ സംബന്ധിച്ച് ഒരു സിറ്റിംഗ് സീറ്റ് ആയിരിക്കില്ല ലഭിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും LDF-ന്റെ കൈവശമുള്ള സീറ്റ് പിടിച്ചെടുക്കാനുള്ള ഒരു ദൗത്യമായിരിക്കും അൻവറിന് UDF നൽകുക. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും തെളിയുന്ന രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് തവനൂർ തന്നെയാണ്, മറ്റൊന്ന് ബേപ്പൂരാണ്. തിരുവമ്പാടിയും സാധ്യതകളുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യത്തോടെ ചർച്ചകളിൽ നിറയുന്നതും സാധ്യതകളുണ്ട് തവനൂരും ബേപ്പൂരുമാണ്. തവനൂരിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തവനൂർ ജലീലിന്റെ സ്വന്തം മണ്ഡലമാണ്. ജലീൽ ഹാട്രിക് അടിച്ച ഒരു മണ്ഡലമാണ്. അവിടെ ജലീലിന് മാത്രം വിജയിക്കാൻ കഴിയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഓരോ തവണയും അവിടെ മാറി മാറി എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും കൃത്യമായ വോട്ട് ബാങ്കിൽ ഒന്ന്, അത് ഏത് വിഭാഗത്തിൻ്റെ ആണെങ്കിലും ജലീലിന് സമാഹരിക്കാൻ ഒരു ശേഷിയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മുൻപ് പലവട്ടം ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞ തവണയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പരീക്ഷണം നടന്നത്. ഫിറോസ് കുന്നുംപറമ്പിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചുകൊണ്ടായിരുന്നു ആ ഒരു പരീക്ഷണം. അത് ലീഗിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമായിരുന്നു, ലീഗിൻ്റെ താല്പര്യമായിരുന്നു. അതായത് ജലീലിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും അവസാനത്തെ വഴി എന്ന തരത്തിൽ. ഇന്നിപ്പോൾ സാഹചര്യങ്ങൾ മാറുമ്പോൾ മുസ്ലിം ലീഗിന് താല്പര്യം ജലീലിനെ തോൽപ്പിക്കുന്നത് അനിവാര്യമാണ് എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി KT ജലീലിനെതിരെ PV അൻവറിനെ രംഗത്തിറക്കുക എന്നുള്ളതാണ്. അൻവറിനെ സംബന്ധിച്ച് ലീഗിൻ്റെ അണികളിൽ വലിയ ഒരു പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിന് ലീഗുകാർക്കാണ്, കോൺഗ്രസിനേക്കാൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ലീഗുകാരാണ്. അപ്പോൾ സാധാരണഗതിയിൽ ജലീൽ മത്സരിക്കുമ്പോൾ ലീഗിലെ ഒരു വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് കോൺഗ്രസിൽ നിന്ന് ലഭിക്കാതെ ജലീലിന് പോകുന്ന ഒരു സാഹചര്യം, ഒരു അടിയൊഴുക്കുണ്ടാകുന്നുണ്ട്. തവനൂരിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ജലീലിന് ഇപ്പോഴും ലീഗിലെ വലിയൊരു വിഭാഗത്തിന് മേൽ സ്വാധീനമുണ്ട്. അപ്പോൾ ലീഗിൻ്റെ ഒരു വോട്ട് അങ്ങനെ ജലീലിൻ്റെ വ്യക്തിപരമായിട്ട് നേടാൻ സാധിക്കുന്നതോടെ അവിടെ ജലീൽ വിജയിച്ചുകയാണെന്ന്. എന്നാൽ അൻവർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജലീലിന് പോകുന്ന ഈ അടിയൊഴുക്ക് അൻവറിനെ കൊണ്ട് തടയാൻ സാധിക്കുന്ന ഒരു വിലയിരുത്തൽ ലീഗിനുണ്ട്, അത് കോൺഗ്രസിനുമുണ്ട്. പക്ഷേ ഇവിടെ തടസ്സമാകുന്നത് കോൺഗ്രസ് തന്നെ എത്രമാത്രം സമ്മതിക്കുമെന്നുള്ളതാണ്. കാരണം 4 സീറ്റുകൾ മാത്രമാണ് ജില്ലയിൽ കോൺഗ്രസിനുള്ളത്. അതിൽ തന്നെ ഏകദേശം സീറ്റുകളിലൊക്കെ ധാരണയായി കഴിഞ്ഞു. ഇനി ആകെ ഒരു അവശേഷിക്കുന്ന ധാരണയാകാത്ത ചർച്ചകളിൽ നിറഞ്ഞത് ഒരു സീറ്റ് തവനൂർ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ തവനൂരിൽ ഒരു ജനറൽ സ്ഥാനാർത്ഥിക്ക് വേണം എന്നുള്ളൊരു ആവശ്യം കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തൃണമൂലിൻ്റെ നേതൃത്വത്തിലുള്ള അൻവറിന്, UDF-ന് അസോസിയേറ്റ് അംഗമായ അൻവറിന് ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കുമോ എന്ന ചോദ്യമാണ് വരുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് തവനൂരിൽ അൻവറിനൊപ്പം നിൽക്കുമോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് തവനൂരിൽ PT അജയ് മോഹനെ പോലെയുള്ള ജില്ലയിലെ മുതിർന്ന നേതാക്കൾ തവനൂരിൽ മത്സരിക്കാൻ, അതേപോലെ സിദ്ദിഖ് പന്താവിനെ പോലെ നേതാക്കളൊക്കെ അവിടെ തയ്യാറാണ്. അപ്പോൾ അവരുടെയൊക്കെ എതിർപ്പിനെ മറികടന്ന് ലീഗിൻ്റെ ഒരു താല്പര്യമനുസരിച്ച് ലീഗിൻ്റെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം തവനൂരിലേക്ക് അൻവറിന് ആ സീറ്റ് വിട്ടുകൊടുക്കുമോ എന്നുള്ളത് അറിയേണ്ട കാര്യമാണ്. എന്നാണെങ്കിൽ ജലീലിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം, ജലീൽ മത്സരിക്കുമെങ്കിൽ ജലീലിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം അൻവർ ആണെങ്കിൽ കടുക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഒരു തരത്തിലുള്ള വോട്ട് ചോർച്ചയും അൻവർ മത്സരിക്കുമ്പോൾ അവിടെ UDF ഉണ്ടാകില്ല എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത് എന്നത് തന്നെയാണ്. ഇനി ബേപ്പൂരിലേക്ക് വരുമ്പോൾ അവിടെ സാഹചര്യങ്ങൾ മറ്റൊന്നാണ്. ബേപ്പൂരിൽ അൻവർ താല്പര്യപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിണറായിസ്ഥിനും മരുമോനിസ്ഥിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നാണ് അൻവർ ഇതിൽ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത്. മുഹമ്മദ് റിയാസിനെതിരെ കേരള രാഷ്ട്രീയത്തിൽ മറ്റാരും ഉന്നയിക്കാത്തത്ര രൂക്ഷമായ ഭാഷയിൽ, ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു കാര്യം എപ്പോഴും അൻവർ ആവർത്തിക്കാറുള്ളതാണ്. അങ്ങനെ മുഹമ്മദ് റിയാസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന അൻവർ ബേപ്പൂരിൽ പോരിനിറങ്ങുമ്പോൾ ഇതുവരെ കിട്ടാത്ത, കഴിഞ്ഞ 3 തവണയായിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം വിജയിക്കുന്ന ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ UDF-ന് സാധിച്ചാൽ അത് വലിയ ഒരു നേട്ടമായിട്ട് UDF-ന് അവകാശപ്പെടാൻ കഴിയും. നിലവിൽ അൻവറിന് ഈ താൻ ഉന്നയിച്ചു കൊണ്ടുവരുന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഉള്ളൊരു മേൽക്കൈ, അതിനുള്ള അംഗീകാരമാണ് UDF-ലേക്കുള്ള പ്രവേശനം. സ്വാഭാവികമായിട്ടും അവിടെ അൻവറിന് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വലിയൊരു പിന്തുണ നേടാൻ കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ UDF-നെ സംബന്ധിച്ച് ബേപ്പൂർ പിടിച്ചെടുക്കുക അസാധ്യമല്ല എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ 28,000 ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ റിയാസിനുള്ളതെന്നൊരു യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഇതിനൊപ്പം പറയേണ്ടതുണ്ട്.
അങ്ങനെ ഒരു കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ചൊരു രാഷ്ട്രീയ പോരായിരിക്കും ബേപ്പൂരിൽ ആണ് PV അൻവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നടത്തുക. നേരെ മറിച്ച് തവനൂരാണെങ്കിൽ നമുക്കറിയാം ഒരു കാലത്ത് തോളിൽ കൈയിട്ട് നടന്ന രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും നിന്ന് പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. എന്നാണെങ്കിലും നിലമ്പൂരിലെ MLA ആയിരുന്ന PV അൻവർ UDF-ന്റെ ഭാഗമായിട്ടുള്ള ആദ്യ അംഗത്തിൽ എവിടെ മത്സരിക്കുമെന്നത് ഏറെ ചൂടുള്ള കൗതുകമുള്ള ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയം തന്നെയാണ്. സജിത്ത്, അനുമോദ്, ഈ ബേപ്പൂരിന്റെ കാര്യം, ബേപ്പൂർ ഇപ്പോൾ ഫ്ലെക്സ് വന്നിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അൻവർ ബേപ്പൂരിലേക്ക് ചെല്ലുന്നു എന്ന് തോന്നും. പക്ഷേ അനുമോദ് പറഞ്ഞ കണക്ക് തന്നെയാണ് പ്രധാനം. 20,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് നിലവിൽ മുഹമ്മദ് റിയാസിന്. മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണെങ്കിൽ പോലും അവിടെ ഒരു രാഷ്ട്രീയ അട്ടിമറി അത്ര കണ്ട് എളുപ്പമാണോ അൻവറിന് അത്ര പരിചിതമല്ലാത്ത, അൻവറിൻ്റെ മേഖലയില്ലാത്ത ഒരിടത്ത് ഒരുപക്ഷെ ലീഗ് വോട്ടുകൾക്ക് അവിടെ നിർണായകമാണ്, ശരിയാ തന്നെയാണ്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ സുരക്ഷിതമായ ഇടമാണ് ബേപ്പൂർ, കോഴിക്കോട് ജില്ലയിൽ, തർക്കമില്ലത്. അവിടെ ഈ അട്ടിമറി, ഇതൊരു രാഷ്ട്രീയപരമായ വെല്ലുവിളിക്കപ്പുറം അൻവർ ബേപ്പൂരിലെത്താൻ സാധ്യതയുണ്ടോ? അൻവറിന്റെ അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുന്നത് ആ ഒരു ഫ്ലക്സ് ഉയർന്നതിനെ കുറിച്ച് കൂടുതലൊന്നും പറയണമെന്നില്ല, അത് നീക്കം ചെയ്യാൻ പറഞ്ഞു എന്നുള്ളതാണ്. അതായത് ബേപ്പൂരിലെ കോൺഗ്രസ്സുകാരുടെയും അൻവറിനൊപ്പം നിൽക്കുന്നവരുടെ ഒരു ആഗ്രഹമാണ് ഫ്ലക്സിലൂടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അൻവറിനെ സംബന്ധിച്ച് ബേപ്പൂർ അട്ടിമറി വിജയം നേടുക അത്ര എളുപ്പമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒന്നാമത് അതൊരു ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയാണ്. അവിടെ അൻവർ എത്ര ശ്രമിച്ചാലും മറിയാത്ത വോട്ടുകളുണ്ട്. പക്ഷെ തവനൂരിലെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. അൻവറിനെ സംബന്ധിച്ച് അവിടെ ലീഗ് വോട്ടുകൾ നിർണായകമാണ്. എല്ലാ തവണയും ജലീൽ നേടുന്ന വോട്ടുകൾ ജലീലിന് കിട്ടാതെ നോക്കിയാൽ തന്നെ അൻവറിന് അവിടെ മേൽക്കൈ നേടാൻ കഴിയും. ബേപ്പൂരിൽ ആ സാഹചര്യമല്ല നിലവിലുള്ളത്. അതിനപ്പുറം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഈ പരസ്പരമുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങൾക്കും അപ്പുറം ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയായിട്ട് തന്നെ ബേപ്പൂരിനെ കാണേണ്ടി വരും. അവിടെ BJPക്ക് ന്യായമായ വോട്ടുകളുള്ളൊരു മണ്ഡലം കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ അൻവറിനെ സംബന്ധിച്ച് ബേപ്പൂർ പിടിച്ചെടുക്കുക പ്രസ്താവനകൾ നടത്തുന്നത്ര എളുപ്പമാകില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ അത്ര വലിയൊരു വെല്ലുവിളി അൻവറിനെ UDF ഏൽപ്പിക്കുകയാണെങ്കിൽ അത് അൻവറിന് മുമ്പിലൊരു വലിയ ചാലഞ്ച് തന്നെ ആയിരിക്കും. മാത്രമല്ല UDF-ൽ എത്തിയിട്ടുള്ള ആദ്യത്തെ അംഗം അത് ഒരു കിങ് മേക്കറെ അട്ടിമറിച്ചുകൊണ്ടാണെങ്കിൽ അൻവറിനെ സംബന്ധിച്ച് UDF-ൽ അത് വലിയൊരു മേൽക്കൈ ഉണ്ടാക്കാനും തന്നിൽ അർപ്പിച്ച വിശ്വാസം അത് പൂർത്തീകരിക്കുവാനും സാധിക്കുമെന്നത് വസ്തുതയാണ്. പക്ഷെ അൻവറിനെ സംബന്ധിച്ച് അൻവർ ഈ ബേപ്പൂർ ഒരിക്കലും ഒരു വിജയത്തിൻ്റെ പ്രതീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ തവനൂരിനേക്കാൾ കടുകട്ടിയേറിയ മത്സരമാകും. അതുകൊണ്ട് അൻവർ ഒരിക്കലും സ്വന്തം നിലയ്ക്കത് താല്പര്യപ്പെട്ട് എടുക്കാനുള്ളൊരു സാധ്യത കുറവാണ്. പക്ഷേ നിരുപാധിക പിന്തുണയോ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അൻവർ UDF-ന്റെ ഭാഗമായിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ UDF നിർബന്ധിച്ചാൽ അൻവറിന് അവിടെ മത്സരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ വലിയ ഒരു കടുത്ത മത്സരം തന്നെ അവിടെ പ്രതീക്ഷിക്കാം നമുക്ക്. സജിത്ത്, ശരി. അനുമോദ്, ഒരു കാര്യം കൂടി, ഈ തവനൂരിൻ്റെ കാര്യം പറയുമ്പോൾ KT ജലീൽ മത്സരിക്കുമോ? ജലീൽ ഇനി മത്സരത്തിനില്ല എന്ന് പലപ്പോഴും അദ്ദേഹം പരസ്യമായും രഹസ്യമായും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ജലീൽ ഇനി മത്സരിക്കുമോ എന്ന ചോദ്യം, ഒരുപക്ഷെ ജലീൽ ഇല്ലാത്ത തവനൂരിൽ അൻവറിന് വലിയ സാധ്യത ഉണ്ടാകുമല്ലോ. ആ ഒരു പ്രതീക്ഷ കൂടി അൻവറിന്റെ നീക്കത്തിന് പിന്നിലുണ്ടോ? ജലീലിന്റെ മത്സരരംഗത്തേക്കുള്ള ഇനിയുള്ള വരവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തവനൂരിന്റെ ഭാഗമായിട്ട് എല്ലാ പഞ്ചായത്തുകളും UDF-ആണ് നേടിയിരിക്കുന്നത്. അത് ജലീലിന്റെ മണ്ഡലത്തിൽ എല്ലായിടത്തും, മലപ്പുറം ജില്ലയിലെ മറ്റെല്ലായിടത്തും പോലെ UDF-ലാണ് നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു മാറിയ സാഹചര്യം ജലീലിനെ എങ്ങനെ ചിന്തിപ്പിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. നേരത്തെ തന്നെ ജലീൽ താൻ മത്സരിക്കുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇടയ്ക്ക് ജലീലിനെ മത്സരിച്ചാൽ കൊള്ളാമെന്നൊരു താല്പര്യം വരികയും ജലീൽ അതിനുവേണ്ട നീക്കങ്ങൾ നടത്തുകയും. അവിടെ ഒരു പ്രധാന കാര്യം ജലീലല്ലാതെ മറ്റൊരു പേര് ഇടതുപക്ഷത്തിന് ഉയർത്തി കാണിക്കാനില്ല എന്നുള്ളതാണ്. പാർട്ടി ചിഹ്നത്തിൽ, അതായത് അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ മത്സരിച്ചാൽ ഒരു പക്ഷേ അവിടെ വിജയിക്കാൻ സാധിക്കില്ല. അവിടെ ജലീലിൻ്റെ ഒരു തന്ത്രമുണ്ട്. ജലീലിന് എല്ലാ പക്ഷക്കാരുടെയും വോട്ടുകൾ നേടാനുള്ളൊരു സാമർഥ്യമുണ്ട്. ജലീലിന് മാത്രം കഴിയുന്നൊരു കഴിവാണ്. ആ ഒരു മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ BJPയുടെ വോട്ടും ലീഗിൻ്റെ വോട്ടും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ വോട്ട് പോലും ജലീലിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ജലീൽ വിജയിച്ചു പോരുന്നത്. ഈ ജലീലിന് പകരം അവിടെ ആര് മത്സരിച്ചാലും ഒരുപക്ഷെ ഇത്ര എളുപ്പത്തിൽ ഇടതുപക്ഷം ജയിച്ചു കയറാൻ കഴിയില്ല. അങ്ങനെ ജലീലല്ല മത്സരിക്കുന്നതെങ്കിൽ അവിടേക്ക് അൻവറിനെ അടുപ്പിക്കാൻ കോൺഗ്രസ്സുകാർ സമ്മതിക്കുകയും ചെയ്യില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അത് പൊന്നാനി തവനൂർ മേഖലയിലെ കോൺഗ്രസ്സുകാർ ആ വിഷയത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ വലിയ സമ്മർദ്ദം ചെലുത്തും. ലീഗിൻ്റെ സമ്മർദ്ദത്തെ മറികടക്കുന്ന തരത്തിലൊരു പ്രഷർ അൻവറിന് സീറ്റ് കൊടുക്കാതിരിക്കാൻ പ്രാദേശികമായിട്ട് അവിടെ ഉയരും എന്നുള്ളത് ഉറപ്പാണ്. ജലീലാണെങ്കിൽ മാത്രമാണ് അവിടെ അൻവറിന് കുറച്ചെങ്കിലും
എതിർപ്പുകൾ കൂടാതെ, അതായത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എതിർപ്പുകൾ കൂടാതെ മത്സരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ജലീൽ അല്ലെങ്കിൽ അവിടെ മത്സരിക്കുവാൻ കോൺഗ്രസിലെ ജില്ലയിലെ തന്നെ മുതിർന്ന കോൺഗ്രസ്സുകാരുടെ ഒരു വലിയ പട തന്നെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അൻവറിനെ സംബന്ധിച്ച് അത് അത്ര എളുപ്പമാകുന്ന സാഹചര്യമായിരിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. സജിത്ത്. യെസ്, എന്തായാലും അനുമതി സൂചിപ്പിച്ചതുപോലെയാണ്. അനുമതി എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മലബാറിന്റെ രാഷ്ട്രീയം, അൻവറിന്റെ നീക്കങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, UDFന്റെ ഭാഗമായ അൻവറിന് നൽകാൻ പോകുന്ന സീറ്റ്, തുടർ രാഷ്ട്രീയമൊക്കെ വളരെ പ്രസക്തമാണ്. അൻവർ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അനുമതി പുതിയ വിവരങ്ങളുമായി വീണ്ടും വരാം.